കുപ്പു ദേവരാജിന്റെ കുടുംബത്തെ സഹായിച്ചതിന് സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രജീഷിനെതിരെ UAPA മുണ്ടൂർ രാവുണ്ണിക്ക് താമസ സൗകര്യം ഒരുക്കിയ കേസിൽ പ്രതി ചേർത്താണ് UAPA ചുമത്തിയത്. വയനാട്ടിലെ വെള്ളമുണ്ട, തലപ്പുഴ സ്റ്റേഷനുകളിലെ കേസുകളിലാണ് രജീഷിനെ പ്രതി ചേർത്തിരിക്കുന്നത്. ലിജോ വർഗീസ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. ലിജോ, എന്താണ് ഇപ്പോൾ ചുമത്തപ്പെട്ട UAPA കേസിലെ മറ്റു വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ രജീഷ് കൊല്ലക്കണ്ടിക്കെതിരെ UAPA ചുമത്തുന്നതിന് വേണ്ടി നേരത്തെ വയനാട്ടിൽ നിന്ന് പോലീസ് വയനാട് ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. അതിന് അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ UAPA ചുമത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുണ്ടൂർ രാവുണ്ണിക്ക് കോഴിക്കോട് നളന്ദ ലോഡ്ജിൽ താമസ സൗകര്യം ഒരുക്കി എന്നുള്ളതാണ് രജീഷ് കൊല്ലക്കണ്ടിക്കെതിരെയുള്ള കുറ്റം. അദ്ദേഹം അതുകൊണ്ട് തന്നെ പോരാട്ടം പ്രവർത്തകരായ അദ്ദേഹത്തെ സഹായിച്ചു, മുണ്ടൂർ രാവുണ്ണിയെ സഹായിച്ചു എന്നുള്ളതാണ് രജീഷ് കൊല്ലക്കണ്ടിക്കെതിരെയുള്ള കുറ്റം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വയനാട്ടിലെ മാനന്തവാടിയിലെ തലപ്പുഴ വെള്ളമുണ്ട സ്റ്റേഷൻ പരിധിയിൽ വോട്ട് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റർ പതിച്ചതിന് നേരത്തെ ചാത്തു, ഗൗരി തുടങ്ങിയ പോരാട്ട പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവരെ 150 ദിവസം UAPA ചുമത്തി ജയിലിലിടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ കേസിലേക്കാണ് മുണ്ടൂർ രാവുണ്ണിയും തുടർന്ന് ഇപ്പോൾ രജീഷ് കൊല്ലക്കണ്ടിയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയുള്ള വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നദീറിനെതിരെ ഒരു ദിവസം കൊണ്ട് കേസ് അന്വേഷിച്ച് ഈ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞെന്നിരിക്കെ നളന്ദ ഹോട്ടലിൽ നടന്ന ഒരു കാര്യത്തിൽ പോലീസിന് കേസ് അത്തരത്തിൽ അന്വേഷിച്ച് അതിനുള്ള തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിനു പകരം 180 ദിവസത്തോളം രജീഷിനെ ജയിലിൽ ഇടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും. അതിനുവേണ്ടിയാണ് UAPA ചുമത്തുന്നതിനുള്ള അനുമതി ഇപ്പോൾ കോടതിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.